നന്നായിട്ടുണ്ട്. വളരെ നന്നായിരുന്നു. പടത്തിൻ്റെ ഡയറക്ഷൻ വൈസും കഥാപരമായിട്ടും ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് അഭിനേതാക്കളൊക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് ആശാരവിന്ദ് മലയാള സിനിമയ്ക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ചേട്ടാ നല്ല ഫീലുള്ള പടമാണ്. മഴയത്ത് നമ്മൾ ഇരുന്ന് കാണുന്ന ഒരു റിയലിസ്റ്റിക് ഷോ. എനിക്ക് ശരിക്കും ഒരു മഴയത്ത് തന്നെ നമ്മൾ ഇരിക്കുന്നത് കണ്ടു തന്നെ മനസ്സിലാക്കാം. ഭയങ്കര രസകരമായിട്ട് തിയേറ്ററിക്കലായിട്ട് വേറൊരു ലെവലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു സിനിമ തന്നെയാണ്. ഡബിങ് ആർട്ടിസ്റ്റിൽ നിന്നും പിന്നെ സിനിമയിൽ അഭിനയം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതും ലോയ് സാർ ഡബിങ്ങിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ലോയ് സാറിൻ്റെ മകൻ ക്യാമറ, ലോയ് സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ഷൻ. അപ്പം ആ ഒരു വഴിയിലൂടെ തന്നെ സിനിമയിലേക്ക് എത്തുന്നു. സിനിമ കണ്ടവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു പടമാണ്. കാരണം ഇതൊരു പെരുമഴക്കാലത്ത് നടക്കുന്ന ഒരു സിനിമയാണ്. അപ്പം സൗണ്ടിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. പിന്നെ അത് ഒരു എനിക്കവിടെ കുറച്ചും കൂടി അക്കാഡമിക് ടൈപ്പ് സിനിമ. രസമുണ്ട്. ഒരു റിയൽ ടൈം മൂവിയായിട്ട് ഫീൽ. ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഒരു അടിപൊളി പടം അങ്ങനത്തെ മൂടൊരു പടമല്ല. ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ നമ്മൾ കാണേണ്ട ഒരു പടമാണ്. ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ആണ് എടുത്തു പറയേണ്ട ഒരു സാധനം. കാരണം ആശ ചേച്ചീനെ നമ്മൾ മോസ്റ്റ്ലി കണ്ടിട്ടുള്ളതൊക്കെ ആളുടെ ഏജിലുള്ള ക്യാരക്ടേഴ്സിൽ മാത്രമാണ്. ഇപ്പോൾ ശരിക്കും ഒരു വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് ആൾ നടത്തത്തിലും സംസാരത്തിലും ആക്ടിവിറ്റീസിലും ഒക്കെ ആ ഒരു സാധനം മൊത്തത്തിൽ പിടിച്ചിട്ടുണ്ട്. അത് നല്ല നൈസായിട്ട് തോന്നി. എന്നെ അതിനകത്ത് ഞാൻ കണ്ടേയില്ല. എൻ്റെ ഒരു രൂപമോ ഭാവമോ സ്വഭാവമോ ഒന്നും ഉള്ള ഒരു ക്യാരക്ടറല്ല. അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയതിൽ ഏറ്റവും ദൈവത്തിന് ആദ്യം നന്ദി. ഇതുപോലെ തന്ന ഡയറക്ടറിനും അതുപോലെ KSFDCക്കും എല്ലാവരും അംഗീകരിച്ചാലേ ഒരാൾക്ക് ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുള്ളൂ സിനിമയിൽ. പിന്നെ KSFDCയുടെ പ്രൊഡക്ഷനാണ്. അവരും ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ തന്നെ വളരെ നല്ല രീതിയിൽ ആണ് സിനിമ എടുത്തിട്ടുള്ളത്. മസ്റ്റ് വാച്ച് മൂവിയാണ്.